ഗണേഷ് കുമാറിനെ തന്നെ ഞാൻ പറയാം. കാരണം നല്ലത് പറയാം. മൂപ്പര് അന്ന് ചെയ്ത പരിപാടി കുഴപ്പമില്ല, നല്ല രീതി തന്നെ, നല്ല പരിപാടി തന്നെ ചെയ്തു. എന്തിനാ മൂപ്പര് മന്ത്രിയല്ലേ, ഗതാഗത മന്ത്രിയാണോ? കല്ല് തെറിക്കണ നോക്കോ. ഒന്ന് തള്ളാൻ പറ്റുമോ നോക്ക്, ഒന്ന് തള്ളിക്കൊടുക്ക്. മതി, കല്ല് വെക്കേ. കാരണം ഇത് വളവിൽ പോകുമ്പോൾ ഒന്ന് അരികു ചേർത്ത് നിർത്തിയിട്ട് ഒന്ന് എറിഞ്ഞാൽ മതി. എന്നിട്ടാണ് ക്യാമറ, അവിടെയും ക്യാമറ ഉണ്ട് താഴെ, പക്ഷെ അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. അപ്പോൾ പറയണത്, ഇനി ഇതുപോലുള്ളൊരു കാഴ്ച നമുക്ക് ചിലപ്പോൾ ഇനി 2 മാസമോ അല്ല 1 മാസമോ കഴിഞ്ഞിട്ടാവും തീർച്ചയായിട്ടും കാണാൻ കഴിയുക. എന്താ പറയുക, ഒരു സ്വർണ്ണ ചെമ്പിൻ്റെ കളറ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പിന്നെ എന്താ പറയുക, ശബരിമലയത്തെ കാര്യമാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്നിപ്പോൾ രാവിലെ ഒരു സംഭവം ഉണ്ടായി. അതായത് നമ്മളെ കോടതിപ്പടി കാരാകൃഷി റോഡിൽ കൂമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് ഒരു ചെറിയ ടിപ്പർ വഴിയിൽ റോഡിൻ്റെ നടുക്ക് പകുതി ക്രോസ് ആയിട്ട് വലിമുട്ടി നിന്നു. അപ്പോൾ ആ ഡ്രൈവർ ആകെ ബേജാറായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ബേജാറാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പേടിച്ചിരുന്നു. കാരണം ഇതെന്താണ് ഏതാണെന്ന്. അപ്പോൾ ഓവർലോഡ് ഉണ്ട് അത്യാവശ്യം. അപ്പോൾ അങ്ങനെ ഞാൻ കോടതിപ്പടി പോയി തിരിച്ചു വരുമ്പോൾ ഒരു വലിയൊരു വണ്ടി, അതായത് പിന്നെ ഈ ട്രക്ക്, വലിയ ഏകദേശം ടിപ്പറിൻ്റെ ഡബിളുള്ള ഒരു വണ്ടിയില്ലേ, ഭാരത് ബെൻസ്. അപ്പോൾ അതും അതേപോലെ പകുതി വഴിയിൽ വെച്ചിട്ട് കുടുങ്ങിനു. അപ്പോൾ എന്താണ് തെറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വലിയ വണ്ടിയുടെ ഡ്രൈവർക്ക് ക്ഷമല്ല. ഇവിടെ റോഡിൽ നമ്മൾ പരമാവധി കാണിക്കേണ്ടത് ക്ഷമയാണ് എന്നുള്ളതിൻ്റെ ഒരു സൂചനയും കൂടിയാണ് കേട്ടോ. അപകടം ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും. അപ്പോൾ പകുതി വഴി വെച്ചിട്ട് ഈ വണ്ടി ഞാൻ ചെല്ലുമ്പോൾ അവിടെ കുടുങ്ങി, അങ്ങനെ പകുതി അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അങ്ങനെ കുറേ ഞാൻ അവിടെ, അപ്പോൾ ആ സമയത്ത് ആരും ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് പേരെ വിളിച്ചു, പിന്നെ മറ്റേ ഡ്രൈവർ കുറച്ച് പേരെ വിളിച്ചു. അങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് കുറച്ച് നമ്മുടെ നല്ലവരായ യുവാക്കൾ വന്നിട്ട് അവിടെ വണ്ടിക്ക് കട്ട വെക്കലും, അതേപോലെ പിന്നെ താഴത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിലാണ്. കാരണം ഒരു ചെറിയ ടേണിങ്ങും വളവും നല്ല ഇറക്കമാണ്. അപ്പോൾ ബാക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്തായാലും വണ്ടി മറിയും. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ കൂടി പരമാവധി സഹായിച്ച് ആ വാഹനത്തിന്, വലിയ വാഹനത്തിനെ ഞങ്ങൾ പിന്നെ പോകാൻ സമ്മതിച്ചു. അത് ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊക്കെയാണ് ശരിക്കും ക്ഷമ കാണിക്കേണ്ടത്. കാരണം ആ താഴെ നിന്ന് കുറച്ച് നേരം നിന്നാൽ മതി, അതിനുള്ള ക്ഷമ പോലും ഇവർ കാണിക്കുന്നില്ല എന്നാണ്. അപ്പോൾ നിങ്ങൾ ആ കാഴ്ചകളൊന്ന് കാണുക എന്തായാലും. കല്ലെടുക്ക് ആ സെന്ററിൽ കല്ലുണ്ട്, അവിടെ നിർത്താൻ പറ.
കല്ല് തെറിക്കണ നോക്ക്. ചവിട്ട് ചവിട്ട് കല്ലുമേട്. ഫ്രണ്ട് പോകുന്ന സാധനത്തിലെന്താ വണ്ടി ഫ്രണ്ട് കല്ല് തെറിക്കണ നോക്കിട്ടോ. കല്ല് തെറിക്കണ നോക്കിക്കോ. ഒന്ന് തള്ളാൻ പറ്റുമോ നോക്ക്, തള്ളാൻ പറ്റുമോ നോക്ക്, ഒന്ന് തള്ളിക്കൊടുക്ക്. മതി, കല്ല് വെക്ക്, കല്ല് വെക്ക്. അവിടെ കറങ്ങാണ്, കറങ്ങാണ്. സക്കീർ അവിടെ കുറച്ച് മണ്ണോ എന്തെങ്കിലും ഇട്ട് കൊടുക്കേണ്ടി വരും. നിനക്ക് കല്ലിട്ട് കൊടുക്കേ, കല്ലിട്ട് കൊടുക്കേ. കല്ല് വെക്കട്ടെ, ജാമാവും. അതെ അതെ അതെ. പക്ഷെ എന്താണ് ആ പ്ലാസ്റ്റിക്കിന്റെ മാറ്റി കൊടുക്കാൻ പറ്റുമോ? കറങ്ങണ്ട് കേട്ടോ. ബാക്ക് ഇറക്കാൻ പറ്റില്ല. അതാ വരുന്നുണ്ടോ. കല്ല് തെറിക്കണാണ് ഇപ്പൊ പ്രശ്നം. ഇറക്കണ്ട. ടയറ് ടയറ് അവിടെ ജാമാന്. പക്ഷെ ഇത് വീങ്ങിനുണ്ടോ? അങ്ങനെ ആ പ്രശ്നം സോൾവ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ ഈ വണ്ടിയുടെ ഡ്രൈവറെ നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല, ആ വലിയ വണ്ടിയുടെ ഡ്രൈവറെ നമ്മൾ പറയാൻ പറ്റില്ല. കാരണം ഇതാണ് നമുക്ക് എല്ലാത്തിനും ധൃതി എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ അവിടെ താഴെ നിന്ന് കുറേ ആൾക്കാർ നോക്കി നിൽക്കുക എന്നല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തി വന്നിട്ട് സഹായിച്ചിട്ടില്ല. അപ്പം ആരാണ് വണ്ടിപ്പണിക്കാരുടെ സഹായത്തിന് വന്നത്? വണ്ടിപ്പണി അത് കുടുങ്ങിയപ്പോൾ ആരാണ് വന്നതെന്ന് മനസ്സിലായോ? വണ്ടിക്കാർ തന്നെയാണ് അവർ. അപ്പോൾ ഈ വണ്ടിക്കാരെ നിങ്ങൾ കുറ്റം പറയരുത്. അപ്പോൾ അത്രയും ആൾക്കാർ അവിടെ കൂടി, അതൊക്കെ വണ്ടിയിലത്തെ ഡ്രൈവർമാരാണ്. അപ്പോൾ ഈ ഡ്രൈവർമാർ എന്ന് പറഞ്ഞാൽ ഒത്തൊരുമ ഉണ്ടെന്ന് ഇതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. പിന്നെ നമുക്കിതൊരു എക്സ്പീരിയൻസ് കൂടിയാണ്. കാരണം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മൾ കുടുങ്ങുമ്പോൾ അല്ലെങ്കിൽ ഇതേപോലെ കയറ്റങ്ങളിലൊക്കെ പെടുമ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് കൂടി വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക പരമാവധി. നമുക്കിപ്പോൾ വേഗത്തിൽ പോയിട്ടൊരു കാര്യമില്ല, ഒരു പ്രയോജനം അതിൽ നിന്ന് നമുക്ക് കിട്ടില്ല. പരമാവധി നമ്മൾ പതുക്കെ പോകുമ്പോൾ, ആ ലിമിറ്റിന് വെച്ച് പോകുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് കൂടി വരും. അപ്പോൾ എന്തായാലും നമുക്ക് കാണാം. കുറേ കാര്യങ്ങൾ പറയാനുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും പറയാണ്. എല്ലാവരും പറയാ പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി?
ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കള്ളൻ്റെ കൂടെ ഉള്ള ആൾക്കാരാണ് എന്ന് നമ്മുടെ കേരളത്തിലെ എല്ലാവർക്കും അറിയാം. അല്ലാതെ അയാളിപ്പോൾ അയ്യപ്പൻ്റെ ഒരു വിശ്വാസത്തിൽപ്പെട്ട ആളാണോ? ഒരിക്കലുമല്ല. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ് എന്നാണ് ഇപ്പോൾ ചോദിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു മികച്ച ഒരു മോഷ്ടാവാണ്. മോഷ്ടാവിൻ്റെ നേതൃത്വം കൊടുക്കുന്ന ഒരാളാണ്. പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ജനിച്ചു, ഇവിടെ ജനിച്ചു, അയാൾ അത്ര സ്ഥല ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പെട്ടെന്ന് തന്നെ ചോദ്യം ചെയ്യലിന് വിധേയനാക്കിയാൽ അവിടെ സ്വർണ്ണപ്പാളികൾ, അതായത് എത്രയോ കിലോകളാണ് ഏകദേശം പറഞ്ഞത്. ഇപ്പോൾ വാർത്താക്കാർ പറയുന്നത് അവിടുത്തെ റിപ്പോർട്ട് കൊടുത്തതിനനുസരിച്ചാണ് ദേവസ്വംകാർ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കള്ളൻ കപ്പലിൽ തന്നെ നമ്മുടെ വിശ്വാസത്തെയാണ് ചോദ്യം ചെയ്തത്. 18-ാം പടി കയറി മുകളിൽ പോയിട്ട് തത്വമസി നമ്മൾ കയറുമ്പോൾ തന്നെ കാണാം. അപ്പോൾ ആ വിശ്വാസത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു അതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയാണ്ടല്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പോൾ അയ്യപ്പനെ വല്ല സെക്യൂരിറ്റി വേണ്ടി വരുമോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അയ്യപ്പന് സെക്യൂരിറ്റി ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ പറയേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ മൊത്തത്തിൽ കള്ളന്മാരാണ്. ആലിബാബയും 41 കള്ളന്മാരെയും ഇപ്പോൾ എത്ര അതിലും കൂടിയോ 60-70 ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് പറയുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരു കലാപത്തിനുള്ള വഴിയാണ്. കലാപം എന്തായാലും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ വിശ്വാസം, തത്വമസി എന്ന് പറഞ്ഞാൽ അത് നീയാകുന്നു എന്നാണ്. അവിടെ നീയാകുന്ന ഭക്തൻ്റെ എല്ലാ വിശ്വാസങ്ങളും, എല്ലാ സങ്കടങ്ങളും, എല്ലാ പ്രതീക്ഷകളും അവിടെ വന്നിട്ട് ഒരു സെക്കൻഡ് കാണാൻ വേണ്ടിയിട്ടാണ് എത്രയും കല്ലും മുള്ളും കാലിക്കുമെത്ത എന്ന് പറഞ്ഞ് 41 ദിവസം വ്രതം എടുത്തിട്ട് ശബരിമല കയറുന്നത്. അപ്പോൾ ആ വിശ്വാസത്തെ ഈ സർക്കാർ ചോദ്യം ചെയ്തു എന്ന് മാത്രമല്ല കേട്ടോ, അത് ശരിക്കും പറഞ്ഞാൽ കളങ്കപ്പെടുത്തി, അശുദ്ധമാക്കി. ഇപ്പം നമ്മളിത് ഈ സർക്കാർ വരുമ്പോൾ പറഞ്ഞ കാര്യം എന്തായിരുന്നു? നുണ പറയുന്നവരെ തിരിച്ചറിയുക, മദ്യവർജനത്തിനാണ് ഈ പാർട്ടി. പിന്നെ ബാറുകൾക്ക് പകരം ഒരുപാട് സ്കൂളുകൾ തുറക്കും എന്ന് ഇന്നസെൻറ്റും KPC ലളിതയും പറഞ്ഞതാണ്. ഇവരെ കൊണ്ട് പറയിപ്പിച്ചതാണ് ശരിക്കും പറഞ്ഞാൽ. ആ പാവങ്ങൾ അവരൊക്കെ മരിച്ചുപോയി ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഈ സർക്കാരിന് എന്ത് തെമ്മാടിത്തരവും ചെയ്യാം. കാരണം 3-4 വകുപ്പുകൾ ഈ സർക്കാരിൻ്റെ കയ്യിലാണ്. അപ്പോൾ സർക്കാരിന് എന്ത് തെമ്മാടിത്തരം ചെയ്തുകൂടെ എന്നാണ്. പക്ഷേ ഈ സർക്കാരിൻ്റെ ഈ അയ്യപ്പൻ്റെയൊക്കെ മുതൽ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ എങ്ങനെയാണ് അത് അവിടുന്ന് അനുഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കാണ്ട്. കാരണം ശാപം എന്നൊരു സംഭവമുണ്ട്. ശാപം കിട്ടിയാൽ അത് തീരില്ല. അത് പിന്നെ എന്താ പറയുക, തലമുറയായിട്ടിങ്ങനെ വരും. അത് കൂടുതൽ അതിനുള്ളൊരു അനുഗ്രഹം കൂടി നമുക്ക് ദൈവം തരണേ എന്നാണ് പറയുന്നത്. കാരണം ഇവർ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഇവർ ജീവിക്കുന്നത്, അതായത് ആഡംബര ജീവിതമാണോ അതോ ആരോഗ്യപരമായിട്ടുള്ള ജീവിതമാണോ എന്ന് നമുക്ക് കാണിച്ചു തരണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അവിടുത്തെ CCTV കാര്യങ്ങളൊക്കെ ശരിക്കും പരിശോധിച്ചാൽ തീർച്ചയായിട്ടും നമുക്കതിൻ്റെ തെളിവുകൾ കിട്ടും. പിന്നെ പറയണമെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ദേവസ്വം ബെഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്, സംഭവമുണ്ട് കോടതിയിൽ. അത് എന്തിനു വേണ്ടി വെച്ചതാണെന്ന് അറിയോ? ഈ 2018 ഈ സർക്കാർ വരുന്നതിന് മുമ്പെന്നും ഈ ദേവസ്വം ബെഞ്ച് ഇല്ല. അപ്പോൾ ഈ സർക്കാർ വന്നിട്ടാണ് ഇതൊക്കെ എന്താ പറയുക നഷ്ടപ്പെടാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓരോ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയത്. അപ്പോൾ ശരിക്കും സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കരിവാരി തേക്കാണ് വിശ്വാസികളുടെ മുഖത്ത്, എന്നിട്ട് നല്ല പിള്ള ചമഞ്ഞ് നടക്കുക. അത് ശരിക്കും പറഞ്ഞാൽ അത് പിന്നെ ഹിന്ദുക്കൾ അല്ലെങ്കിൽ ഇപ്പോൾ ഹിന്ദുക്കൾക്ക് മാത്രമല്ല കേട്ടോ,
ഇതിപ്പോൾ ഇനി അടുത്തത് എന്താവും നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ഇപ്പോൾ ശബരിമലയത്തെ പിന്നെ സ്വർണ്ണപ്പാളികളാണ് കാണാനുള്ളത്. അതിന് തന്നെ കോടികളിലെ പൈസ, കോടികൾ പണം ചിലവാക്കിയിട്ടുണ്ടാവും അതിന്. അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ ഡബിളായിട്ട് കിട്ടിയിട്ടുണ്ടാവില്ലേ? കാരണം അന്നത്തെ വില ഇന്നത്തെ വിലയും വ്യത്യാസമുണ്ട്. 1998-91 2025 സ്വർണത്തിൻ്റെ വിലകൾ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ മാറ്റങ്ങൾക്ക് അനുസരിച്ചിട്ട് ഇവരത് മറിച്ച് കൊടുത്തപ്പോൾ അല്ലെങ്കിൽ കൊടുത്തപ്പോൾ ആ വിലയിൽ നിന്ന് ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ടാവും തീർച്ചയായിട്ടും. എങ്ങനെ ഇത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥകൾ. ഇതിനെതിരെ പറയുകയാണെങ്കിൽ നമുക്ക് പ്രതിഷേധിക്കാനും അല്ലെങ്കിൽ വേണ്ടാത്തത് പറയാനും മാത്രമേ നമുക്ക് സമയം ഉണ്ടാവുള്ളൂ. എന്താണ് ഇങ്ങനെയൊക്കെ ആയിപ്പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ തന്നെയാണ് അതിൻ്റെ ഉത്തരവാദിത്വം. ജനങ്ങൾ ഇതൊന്നും ചെയ്യാതെ ഒന്നും പറയാതെ അന്തല്ലാതെ കുറേ ആൾക്കാർക്ക് വോട്ടങ്ങ് കൊടുത്തു. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും സംഭവങ്ങൾ ഉണ്ടാവുന്നത്. പിന്നെ KSRTCയുടെ ഒരു പ്രശ്നം, അത് ശരിക്കും പറഞ്ഞാൽ ഗണേഷ് കുമാറിനെ തന്നെ ഞാൻ പറയാം. കാരണം നല്ലത് പറയാം. മൂപ്പര് അന്ന് ചെയ്ത പരിപാടി കുഴപ്പമില്ല, നല്ല രീതി തന്നെ, നല്ല പരിപാടി തന്നെ ചെയ്തത്. എന്തിനാ മൂപ്പര് മന്ത്രിയല്ലേ, ഗതാഗത മന്ത്രിയാണോ? അപ്പം ചെയ്യേണ്ടതായ ചെയ്യാൻ പറ്റാത്തതായ കാര്യങ്ങൾ ഒരുപാട് ഉണ്ട്. അത് ചെയ്യുമ്പോൾ ആരായാലും പറയും. പക്ഷെ വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ഒട്ടുമിക്ക KSRTC ബസ്സുകൾക്കും പിന്നെ പൊല്യൂഷൻ, ടാക്സ്, ഇൻഷൂർ അങ്ങനെയുള്ള ഒരുവിധ കാര്യങ്ങളൊന്നുമില്ല. അത് നമ്മുടെ ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമായിരിക്കാനാണ് ചാൻസ്. തമിഴ്നാടൊക്കെ ഉണ്ടാവും, കർണാടക ഉണ്ടാവും, ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ കേരളത്തിൽ മാത്രമല്ല. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ എത്ര കോടി രൂപ വരുമാനമാണ് ഇവർക്ക് കിട്ടുന്നത്. എന്നിട്ടാണ് ഇവർ പറഞ്ഞത് പിന്നെ KSRTC ഭയങ്കര നഷ്ടത്തിലാണ് ഓടുന്നത്. ആ നഷ്ടത്തിലൊന്നുമല്ല. ഏതെങ്കിലും ഗവൺമെൻറ്, അതായത് ഈ സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം മുടങ്ങിയിട്ടുണ്ടോ ഇതിൻ്റെ പേരിൽ? ഒരിക്കലുമില്ല. ഇവർക്ക് എന്തൊക്കെ രീതിയിലാണ് ഇവർക്ക് പൈസ കിട്ടുന്നതെന്ന് അറിയോ? എവിടെ നിന്നൊക്കെയാണ് ഇവർക്ക് പൈസയുടെ വരുമാനം വരുന്നതെന്ന് നമുക്കറിയാം. എന്നിട്ട് ഇവർ ജനങ്ങളുടെ ജനങ്ങളുടെ നേരെയാണ് ഇവർ പിച്ചെടുക്കാൻ വരുന്നത്. നാണല്ലാത്ത ഒരു സർക്കാരാണ് ഇപ്പോൾ ഉള്ളത്. നാണല്ല. എവിടെ നാള്? ഞാനേ നിങ്ങൾക്ക് ഒരു മനോഹരമായ ഒരു ദൃശ്യം കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നല്ല എന്താ പറയുക, ആകാശത്തിന് നല്ല ഒരു ഭംഗിയുള്ളൊരു കാഴ്ചയും കൂടിയാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോണത്. അപ്പോൾ സുഹൃത്തുക്കളെ, അടിപൊളിയൊരു കാഴ്ച കേട്ടോ. എന്ത് രസമാണ് കാണാമെന്നറിയോ? ഭയങ്കര എന്താ പറയുക, ഒരു നമ്മൾ ഈ പുറത്തൊക്കെ, അതായത് പ്രപഞ്ചത്തിന് പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണ്. എന്ത് രസമാണ് കാണാമെന്നറിയോ? പക്ഷേ ഈ മണ്ണാർക്കാടിൻ്റെ സൗന്ദര്യം ഇവിടുത്തെ അധികാരികൾ തന്നെയാണ് അത് നശിപ്പിക്കണത്. കാരണം ഇവിടെ ഇതുപോലുള്ളൊരു കാഴ്ച ചിലപ്പോൾ ഇനി ഒരു 2 മാസം കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഇവിടെ കുറേ എന്താ പറയുക, കാടും പൊന്തയും മരങ്ങളും ഒക്കെ ഉണ്ട്. ഇത് കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. താഴെ മാത്രമാണ് മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്ത് രസമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിപ്പോൾ എങ്ങനെയാണ് പറഞ്ഞു തരികയെന്ന് തന്നെ അറിയുന്നില്ല. കാരണം ഒരു സൺസെറ്റ് എന്ന്. അപ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. നമ്മളെന്നല്ല കേട്ടോ, നമ്മുടെ മനസ്സിലാക്കാൻ, അതായത് നമ്മൾ പറയുന്നത് കേൾക്കാൻ ഈ ലോകത്ത് ആരുമില്ല. അത് നമ്മൾ മാത്രമേ ഉള്ളൂ. അത് നമുക്കറിയുന്ന കാര്യം തന്നെയാണ്. പിന്നെ ഇവർ ചില മോട്ടിവേഷനിൽ കാണാം, പിന്നെ
പറയണത് നമുക്ക് നമ്മുടെ മനസ്സിലാക്കാൻ ആരുമില്ല, എല്ലാവരും തിരക്കിലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് തിരക്ക്? ആർക്ക് തിരക്ക്? ഒരു തിരക്കുമില്ല. അപ്പോൾ വേഗത്തിൽ പോണ ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട് നമ്മുടെ ഈ റോട്ടിലൂടെ. അപ്പോൾ ഇവർക്കൊക്കെ തിരക്കിൽ പോയിട്ട് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാവുക എന്നല്ലാതെ ഒരു പ്രയോജനവും അതിൽ ഇല്ല. പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം തന്നെയാണ്, കാറുകാരെ അതേപോലെ ബൈക്കുകാരെ, ഇവർക്ക് അതിൻ്റെ മെത്തേഡും കാര്യങ്ങളും അറിയാനായിട്ടാണ്. അപ്പോൾ എന്തോ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വാഹനം ഓടിക്കുക. അതേപോലെ റോഡിൻ്റെ വലതുവശം ചേർന്ന് നടക്കുക. അതവിടെ വലതുവശത്ത് കൂടി നായ നടന്നുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ അതിനും കൂടി എന്താ പറയുക നിയമം അറിയാം. എന്നിട്ട് നമ്മുടെ മനുഷ്യന്മാരായ ആളുകൾ എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അപ്പോൾ എന്താണ് എവിടെ നിന്നാണ് പറയേണ്ടതെന്നൊന്നും ഒരു എന്താ പറയുക അന്തം കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ചില സമയത്തൊക്കെ ഞാൻ എൻ്റെ വണ്ടിയുടെ അടുത്ത് ചോദിക്കാറുണ്ട്, വണ്ടി ഇല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യുക എന്നുള്ളത്. അതായത് ഒരാൾ നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് വല്ലാത്തൊരു വേദന ഉണ്ടാവുക. അതായത് നമ്മൾ കരുതും, ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് ആൾക്കാരുണ്ടാവും, നമ്മളെ സ്നേഹിക്കാനും നമ്മളെ വിളിക്കാനും പറയാനും ഒക്കെ ആളുണ്ടാവുന്നു. ഇല്ല, ആരുമില്ല. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ ഒരു അവസ്ഥയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ അതേ അവസ്ഥയിലൂടെ തന്നെ ആവും ചിലപ്പോൾ ചില ആളുകൾ പോകുന്നുണ്ടാവുക. എന്നിരുന്നാലും ഇനിയിപ്പോൾ പഴയ ആ കാലത്തിലേക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ നമുക്ക്. ഞാൻ ചില സമയത്തൊക്കെ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, നമുക്ക് ആ പഴയ ആ കാലം നമുക്ക് കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല എന്നാണ് പറയണത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, നമ്മളൊക്കെ എത്ര മാറിപ്പോയിരുന്നു. നമ്മുടെ കാലവും അതേപോലെ കോലവും ഒക്കെ മാറിപ്പോയി. ഇപ്പോൾ മൊത്തം എന്താ പറയുക, ഒരു അലങ്കോലത്തിലാണ് നടക്കുന്നത്, അല്ലാതെ നല്ല കോലത്തിലല്ല. എന്തോ അങ്ങനെ പോട്ടെ അല്ലേ.